അപ്പം നിങ്ങൾ ലവ് മാരേജ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ലവ് ആൻഡ് അറേഞ്ച്മെന്റ്. സ്നേഹിച്ചു വീട്ടിൽ പറഞ്ഞു നടത്തി തന്നു. രണ്ട് കാസ്റ്റ് ആണ്. രണ്ട് കാസ്റ്റ് ആണ്. ഹിന്ദു ആണ്, ഞാൻ ക്രിസ്ത്യൻ ആണ്. ഒരുമിച്ച് പഠിച്ചതാണ്? അങ്ങനെയല്ല, ഇല്ല, ഞാൻ പഠിച്ചു വഴിയരിയിൽ കണ്ടു ആട്ടോ അടിച്ചു. ആരാണ് ഫസ്റ്റ് പ്രപ്പോസൽ ചെയ്ത? ഞാൻ തന്നെ. അതന്നെയാണ് ഫസ്റ്റ്. എങ്ങനെയാ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? കുഴപ്പം. ഞാനും ഓട്ടോ ഓടിക്കുന്ന സമയത്ത് ജംഗ്ഷനിലാണ് ഓട്ടോ ഓടിക്കൊണ്ടിരുന്നത്. ഞാൻ സ്കൂളിൽ പോണ വഴി കാണും. അങ്ങനെ കണ്ട് അറിയായിരുന്നു, ഇഷ്ടമാണെന്ന് അറിയാവുന്ന ഓട്ടത്തിലൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഞാൻ ട്യൂട്ടറിൽ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് താഴോട്ട് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട്. ആ വഴി ഇങ്ങനെ നടന്നു പോയപ്പോൾ ഓട്ടോയിൽ ബാക്കി വന്ന് എനിക്ക് നമ്പർ എടുത്തറിഞ്ഞു. അപ്പൊ എങ്ങനെ അതെടുത്ത്? ഓ എടുത്തു. അപ്പോഴെടുത്തില്ല. അപ്പോഴെടുത്തില്ല. ഞാൻ എന്നിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ആ നമ്പർ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ ശരി എടുത്തില്ലല്ലോ എന്ന് പറയാൻ തിരിച്ചു വന്നു. ഞാൻ ക്ലാസ്സിൽ പോയി കുറെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ക്ലാസ്സിൽ പോയി തിരിച്ചു വന്ന് നമ്പർ എടുത്തോണ്ട്. എടുക്കാനുള്ള കാരണം എന്താണ്? ആദ്യം പിന്നെ എടുക്കാതെ പിന്നെ എടുത്ത കാര്യം റീസൺ എന്താണ്? എന്റെ കൂടെ വേറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് കാണുന്നത് ഇഷ്ടം ഉണ്ടായിരുന്നു. ഓ അറിയാം, നമ്മൾ കുറെ കാലമായിട്ട് അങ്ങോട്ട് നോക്കുമ്പോ അറിയാലോ ഇഷ്ടമാണ്. സംസാരിച്ചില്ലെങ്കിൽ ആ നോട്ടത്തില് അങ്ങനെ പിന്നെ തിരിച്ചു പോയി നമ്പർ എടുത്തിട്ട് പിന്നെ വിളിച്ചു. എങ്ങനെ വീട്ടിൽ നിന്നാണോ അതോ ബൂത്തിൽ നിന്നാണോ? പണ്ടിൽ 1 രൂപ കോയിൻ അതിന് 1 രൂപ കോയിൻ സ്കൂളിന്റെ ഫ്രണ്ടിലെ കടയുണ്ടല്ലോ, വിളിച്ചപ്പോ ഫസ്റ്റ് എങ്ങനെയാ? ടെൻഷൻ ആയിരുന്നേ? എങ്ങനെയായിരുന്നു? ഒന്ന് പ്രേക്ഷകർ ഒന്ന് കാണട്ടെ. ടെൻഷൻ ഉണ്ടായിരുന്നേ? അപ്പൊ അങ്ങനെ ഫസ്റ്റ് വിളിക്കൊന്നും പ്രതീക്ഷിച്ചില്ല? കാരണം നമ്പർ ഞാൻ നമ്പർ എടുത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു വിളിക്കുമെന്ന്. പക്ഷേ ഞാൻ പേര് മാറ്റിയാണ് പറഞ്ഞത്. എന്റെ പേര് കീർത്തന എന്നാണ് പറഞ്ഞത് പേര്. ആദ്യം ഞാൻ പറഞ്ഞ് ഇങ്ങനെ രാവിലെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ആര്? ഞാൻ പറഞ്ഞു കീർത്തന എന്ന്. അപ്പൊ പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്തിനാ വിളിച്ചത്? എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പേര് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആണ് ഞാൻ പറഞ്ഞു എന്റെ പേര് ഇങ്ങനെയല്ല. കാരണം പിന്നെ ഡെയിലി വിളിച്ച് കുറച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോ കറക്റ്റ് പേര് പറഞ്ഞു, കീർത്തിയാണ് എന്ന് പറഞ്ഞു.